2005 മുതൽ 2013 വരെ ഇറാൻ പ്രസിഡന്റായിരുന്നു അഹമ്മദിനെജാദ്. തീവ്ര ഇസ്ലാമിക വിശ്വാസിയും കടുത്ത നിലപാടുകളുള്ള വ്യക്തിത്വമായിരുന്നു അഹമ്മദിനെജാദ്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പലതരത്തിലുള്ള പ്രവചനങ്ങളും അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ന്യൂയോർക്കിൽ യുണൈറ്റഡ് നേഷൻസിൻ്റെ മീറ്റിങ്ങിന് വന്നപ്പോൾ ദൈവികമായിട്ടുള്ള ആ പ്രസംഗങ്ങളൊക്കെ പലതും ഇൻ്റർനെറ്റിലൊക്കെ കേൾക്കുന്നുണ്ട്. ഈ അഹമ്മദിനെജാദ് ഫെബ്രുവരി 28 ഖമേനിയെ വധിച്ച വേളയിൽ മാർച്ച് ആദ്യവാരത്തിൽ കൊല്ലപ്പെട്ടു, ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പുറമേ വന്നിരുന്ന വിവരം. എന്നാൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അത് വെറും ഒരു തന്ത്രം മാത്രമായിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല, അദ്ദേഹം ജീവനോടെയുണ്ട്, പരിക്കുകളുണ്ട് എന്നും വിവരങ്ങൾ വരുന്നുണ്ട്. അഹമ്മദിനെജാദിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഈ ഹോളോകോസ്റ്റ്, ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്ന ഹോളോകോസ്റ്റ് ജർമ്മനിയിൽ നടന്നതാണ്, അതിനെയൊക്കെ നിഷേധിച്ചിരുന്ന അയാൾ. അതൊക്കെ തെളിവുകളുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ നിഷേധിക്കാതെ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ഇസ്ലാമിക തീവ്രവാദത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചൂട്ടുകൂട്ടി കൊടുത്തിരുന്ന വ്യക്തിയാണ് അഹമ്മദിനെജാദ്. അത്തരത്തിലുള്ളൊരു വ്യക്തി മറുകണ്ഠം ചാടി എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്നും ഇതിനെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പം അത്തരത്തിലുള്ള ഒരു വ്യക്തി മറുകണ്ഠം ചാടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി ഒരു വാർത്തയായിപ്പോയി. എന്നാൽ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് അദ്ദേഹം ഒരു പക്ഷേ മൊസാദിൻ്റെ ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായിരിക്കാം. ഇസ്രായേലിൻ്റെ അതല്ലാന്ന് ഉണ്ടെങ്കിൽ IRGC ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഇറാൻ്റെ തന്നെ സൈന്യത്തിൻ്റെ കയ്യിലാണോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം ഏകദേശം 50 ഗാർഡുകളെ അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പുറമെ വെച്ചിരുന്നു. കാരണം അദ്ദേഹം ഇറാൻ്റെ മുൻ പ്രസിഡന്റാണ്. ഈ ഒരു അട്ടിമറി, ഇസ്രായേലും അമേരിക്കയും നടത്തിയ ഖമേനിനെ വധിച്ച അട്ടിമറി അഹമ്മദിനെജാദുമായിട്ട് ഇസ്രായേൽ ചർച്ച ചെയ്തിരുന്നു. അപ്പം നമുക്കറിയാം, ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ കാലയളവിൽ ചെയ്യേണ്ട വിവരങ്ങളെ പറ്റി ഒരു രാജ്യം അതിൻ്റെ കണക്കൂട്ടിലെടുത്ത് വയ്ക്കും. അതിൻ്റെ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്ന വേളയിൽ ഹമീദ് കർസായി, അതിനുശേഷം ഗാനി, ഇവരെ ഹമീദ് കർസായിനെ 2004 ജോർജ് ബുഷ്, അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷ് സെറ്റാക്കി വെച്ചിരുന്നു ഭരണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെയാണ് ഇറാഖിൽ സുന്നിയായ സദാം ഹുസൈൻ്റെ ബദലായിട്ട് അവിടെ ഭരണം കൊടുക്കാനായിട്ട് ഷിയ ഭൂരിപക്ഷമുള്ള ആ ഇറാഖിൽ നൂർ അൽ മലിക്കി എന്ന വ്യക്തിനെ ആണ് ബുഷ് കൊണ്ടുവന്നത്. അപ്പം അതുപോലെ ഇറാനിൽ ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയാണ് അഹമ്മദിനെജാദ്. ഇസ്രായേലും അമേരിക്കയും കൂടി അവിടെ ഭരണത്തിൽ കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിച്ച വ്യക്തിയാണ് അഹമ്മദിനെജാദ്. അത്തരത്തിലുള്ള ചർച്ചകൾ, അതായത് ട്രംപ് അത് പറയുകയും ചെയ്തു, ബിൽഡ് വിത്തിൻ, അതായത് രാജ്യത്തിനുള്ളിൽ തന്നെ ആൾക്കാരെ സെറ്റാക്കി വെച്ചേക്കാണ്. ഖമേനി പോകുന്നു, പെസഷ്കിൻ എടുത്ത് കളയുന്നു, അഹമ്മദിനെജാദ്. ചിലപ്പോൾ ഒരു പക്ഷേ വീണ്ടും സംഭവിച്ചു കൂടാന്നില്ല. കാരണം അഹമ്മദിനെജാദിന് ഇറാനിയൻ ജനതയ്ക്കുള്ളിൽ വലിയ സ്വാധീനമാണ് ഉള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. കാരണം അദ്ദേഹം ഖമേനിയോട് അപ്പുറം കമ്മിറ്റഡ് ആയിരുന്നു. ഖമേനി പറയുന്ന കാര്യങ്ങൾ മാത്രം നടപ്പാക്കുന്ന വ്യക്തിയായിരുന്നു അഹമ്മദിനെജാദ്. അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറമെ വരുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത്ഭുതകരമായിട്ട് ഒരു ദിവസം ഒരു പക്ഷേ വേണമെങ്കിൽ അദ്ദേഹം ഇറാൻ്റെ ഭരണം ഏറ്റെടുക്കാം. കാരണം ജനങ്ങളുടെ സപ്പോർട്ടുണ്ട്. പെസഷ്കിൻ എടുത്ത് കളയാം. ഇപ്പോഴത്തെ പ്രസിഡന്റ് പെസഷ്കിൻ എടുത്ത് കളഞ്ഞ് അങ്ങനെ സംഭവിക്കുമോ? ഇത് വളരെ അധികം വിശ്വസനീയമായ മേഖലകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വാർത്ത വരുന്നത്. അത് അറ്റ്ലാന്റിക്, ജെറുസലം പോസ്റ്റ്, ന്യൂയോർക്ക് ടൈംസ്, ഇവരൊന്നും വെറുതെ പറയില്ല. അവർ പറയുന്നത് വ്യക്തമായിട്ടും അഹമ്മദിനെജാദ് ജീവനോടെ ഉണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ട്രംപും ഇസ്രായേലും കൂടിയിട്ട് അവരുടെ പ്രതിനിധി തലപ്പത്തിരിക്കുന്ന രീതിയിൽ അഹമ്മദിനെജാദിനെ ടെഹ്റാനിൽ ഭരണത്തിൽ കൊണ്ടുവരാം. അദ്ദേഹം താമസിച്ചിരുന്നത് ഇറാനിലെ നാമ്രാക്ക് എന്ന പ്രദേശത്താണ്. ആ നാമ്രാക്ക് എന്ന പ്രദേശത്ത് ഇസ്രായേൽ ബോംബിട്ടു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആ ബോംബിട്ടത്
അവിടെ നിന്നിരുന്ന 50ഓളം ഈ ഇറാന്റെ ഈ IRGC, അതായത് ഇയാളെ നിരീക്ഷിക്കാൻ വെച്ചിരുന്ന ഈ ആള് വീട്ടു തടങ്കലിലായിരുന്നു. ഈ നാമറക്ക് എന്ന പ്രദേശത്ത് വീട്ടു തടങ്കലിലായിരുന്നു. പക്ഷേ ഇസ്രായേലുമായിട്ട് ധാരണയിൽ എത്തി എന്നുള്ളത് IRGC എങ്ങനെയോ കണ്ടെത്തി. അതിന്റെ പേരിലാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവരാനായിട്ടുള്ളൊരു അദ്ദേഹത്തെ IRGC തടങ്കലിലാക്കിയത്. അപ്പൊ അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ എന്താണ്, അഹമ്മദിനെജാദ് ഇറാന്റെ പ്രസിഡന്റായി വരുമോ എന്നുള്ളത് കാത്തിരിക്കുകയാണ് ലോകം.